ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിച്ച കാർഷിക ഡ്രോൺ ഏതാണ്? FIAQD-10. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിച്ച കാർഷിക ഡ്രോണാണ് FIAQD-10. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് CEO മിക്കയാണ്. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് CEO മിക്ക ആണ്. 2023 നവംബർ 21 അന്തരിച്ച സാഹിത്യകാരിയായിരുന്ന P. വത്സല വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം ഏതെല്ലാമാണ്? നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി എന്നിവയാണ്. P. വത്സല രചിച്ച വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കിയുള്ള നോവൽ ത്രയം ഏതെല്ലാമാണ്? നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി എന്നിവയാണ്. കേരളത്തിലെ ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ്. ഈ റോഡിലേക്ക് തിരക്ക് മൂലം വിദേശ ടൂറിസ്റ്റുകൾക്ക് സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കാണുന്നതിനുള്ളൊരു സൗകര്യമാണ് ഹെലി ടൂറിസം എന്ന് പറയുന്നത്. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല എറണാകുളമാണ്. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഏതാണ്? എറണാകുളമാണ്. 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? ഒമേഗിൾ. 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഒമേഗിൾ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P. വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P. വത്സലയ്ക്കാണ്. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനം ഏതാണ്? ബോയിങ് 787 ഡ്രീം ലൈനർ. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനം ബോയിങ് 787 ഡ്രീം ലൈനറാണ്. സിൽക്കാര തുരങ്ക നിർമ്മാണം ഏത് ദേശീയപാത പദ്ധതിയുടെ ഭാഗമാണ്? ചാർധാം ദേശീയപാത. സിൽക്കാര തുരങ്ക നിർമ്മാണം ഏത് ദേശീയപാത പദ്ധതിയുടെ ഭാഗമാണ്? ചാർധാം ദേശീയപാത നിർമ്മാണ പദ്ധതി. അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? നേപ്പാൾ. അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച ഏഷ്യൻ രാജ്യം നേപ്പാളാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ നായക പദവിയിലെത്തിയ ആദ്യ മലയാളി വനിതാ താരമായ മിന്നു മണിയുടെ സ്വദേശം എവിടെയാണ്? വയനാട് ജില്ലയിലെ മാനന്തവാടി. മിന്നു മണിയുടെ സ്വദേശം വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. 18ാമത് G20 ഉച്ചകോടിക്ക് 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. 18ാമത് G20 ഉച്ചകോടിക്ക് 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം ജില്ലാ കളക്ടറേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് കോട്ടയം ജില്ലാ കളക്ടറേറ്റ് ആണ്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ ബാധിച്ചവരെ യഥാസമയം വീട്ടിലെത്തി പരിശോധിക്കാൻ കുടുംബശ്രീയും ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന സംഘടനയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ ബാധിച്ചവരെ വീട്ടിലെത്തി പരിശോധിക്കാൻ കുടുംബശ്രീയും ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന സംഘടനയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി ആരാണ്? സ്മൃതി ഇറാനി. നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ്. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്.
2024 ICC അണ്ടർ-19 ക്രിക്കറ്റ് പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. 2024 ICC അണ്ടർ-19 ക്രിക്കറ്റ് പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2023 നവംബറിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ്? ചെന്നൈ. 2023 നവംബറിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ്? ചെന്നൈയിലാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 61. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 61 ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസിഡർ ആരായിരുന്നു? AR റഹ്മാൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസിഡർ AR റഹ്മാനാണ്. 2023 നടന്ന ലോക ഹിന്ദി കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ്? ഫിജി. 2023 നടന്ന ലോക ഹിന്ദി കോൺഫറൻസിൻ്റെ വേദി ഫിജി ആയിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ് ആരായിരുന്നു? നൊവാക് ജോക്കോവിച്ച്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഗ്രാമം ഏതാണ്? മൊതേര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഗ്രാമം മൊതേരയാണ്. അംഗവൈകല്യമുള്ളവർക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം റാമ്പ് നിലവിൽ വന്നത് എവിടെയാണ്? ചെന്നൈയിലെ മറീന ബീച്ചിൽ. അംഗവൈകല്യമുള്ളവർക്കായി ഇന്ത്യയിലെ ആദ്യ സ്ഥിരം റാമ്പ് നിലവിൽ വന്നത് ചെന്നൈയിലെ മറീന ബീച്ചിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മയ്യിൽ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. പൊതുജനങ്ങളുടെ യാത്രയ്ക്കായി ഇന്ത്യയിൽ ആദ്യ റോപ്പ് വേ നിലവിൽ വരുന്നത് എവിടെയാണ്? വാരണാസി. പൊതുജനങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി, അതാണ് പ്രത്യേകത. സാധാരണ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയാണ് റോപ്പ് വേ ഉള്ളത്. ഇവിടെ പൊതുജനങ്ങളുടെ യാത്രയ്ക്കായി ഇന്ത്യയിലെ ആദ്യ റോപ്പ് വേ നിലവിൽ വരുന്നത് വാരണാസിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഏതാണ്? ഇൻഡോർ. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഇൻഡോർ ആണ്. കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായി പപ്പു എന്ന സീബ്ര പ്രതിമകൾ സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂർ. കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായി പപ്പു എന്ന സീബ്ര പ്രതിമകൾ സ്ഥാപിച്ചത് തൃശ്ശൂരാണ്. സംസ്ഥാന GST വകുപ്പിൻ്റെ പുതിയ പരസ്യവാചകം എന്താണ്? നികുതി നമുക്കും നാടിനും. സംസ്ഥാന GST വകുപ്പിൻ്റെ പുതിയ പരസ്യവാചകമാണ് നികുതി നമുക്കും നാടിനും. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കേരളത്തിൽ ആദ്യ സ്മാർട്ട് അംഗനവാടി നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിൽ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കേരളത്തിൽ ആദ്യ സ്മാർട്ട് അംഗനവാടി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. ചാകരയുടെ ശാസ്ത്രീയ പഠനം, സംരക്ഷണം, ചാകരയിൽ നിന്നുണ്ടാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ തോത് അളക്കുക എന്നീ ലക്ഷ്യത്തോടെ പരിസ്ഥിതി മാപിനി 2022 സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലെ പുറക്കാട് കടലിലാണ്. ആലപ്പുഴയിലെ പുറക്കാട് ചാകരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ്. ഇവിടെയാണ് ചാകരയുടെ ശാസ്ത്രീയ പഠനത്തിനും സംരക്ഷണത്തിനും മറ്റുമായി ഈ 2022 പരിസ്ഥിതി മാപിനി സ്ഥാപിച്ചത്.
2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ്? സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും. 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ്? സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും. 2023 അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറാണ്. 2023 അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരമാരാണ്? എം ശ്രീശങ്കർ. 2023 അർജുന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് സമി. 2023 അർജുന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം മുഹമ്മദ് സമിയാണ്. 2023 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി കബഡി പരിശീലകൻ ആരാണ്? ഇ ഭാസ്കരൻ. 2023 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി കബഡി പരിശീലകൻ ഇ ഭാസ്കരനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? ഇ വി രാമകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാറിന്. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാറിനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരം ആരാണ്? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ്. IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആരാണ്? മല്ലിക സാഗർ. IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത മല്ലിക സാഗറാണ്. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം ആരാണ്? റോബിൻ മിൻസ്. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? സൊർവേദ് മഹാമന്ദിർ, വാരണാസി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം വാരണാസിയിലെ സൊർവേദ് മഹാമന്ദിർ ആണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരാണ്. ഒരുമ, സമാധാനം, ദൃഢനിശ്ചയം എന്നതാണ് ഈ തവണ ഇറ്റ്ഫോക്കിൻ്റെ ആശയം. ഈ നാടകോത്സവത്തിൻ്റെ പേരാണ് ഇറ്റ്ഫോക്ക്. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരം ഏതാണ്? കൊച്ചി. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ നഗരം കൊച്ചിയാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? TV രാമകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ TV രാമകൃഷ്ണനാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ നിരൂപണ ഗ്രന്ഥത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? സൂററ്റിലെ ഗിഫ്റ്റ് സിറ്റിയിൽ. ഗുജറാത്തിലെ സൂററ്റിലുള്ള ഗിഫ്റ്റ് സിറ്റിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. സിയാച്ചിനിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ആർമി മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഫാത്തിമ വസീം. സിയാച്ചിനിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ആർമി മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർദേവ് മഹാമന്ദിർ നിലവിൽ വന്നത് എവിടെയാണ്? വാരണാസി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർദേവ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. ജമ്മു കാശ്മീരിന് ഉണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ചീഫ് ജസ്റ്റിസ് DV ചന്ദ്രചൂഡ്.
ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇലോൺ മസ്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? വാൾട്ടർ ഐസക്സൺ ആണ്. ഇലോൺ മസ്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? വാൾട്ടർ ഐസക്സൺ ആണ്. ഈജിപ്ത് പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അബ്ദൽ ഫത്താ അൽ സിസി ആണ്. ഈജിപ്ത് പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദൽ ഫത്താ അൽ സിസി ആണ്. 28ാമത് IFFKയിൽ ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ മലയാള സിനിമ ഏതാണ്? തടവ്. 28ാമത് IFFKയിൽ ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ മലയാള സിനിമ തടവാണ്. 28ാമത് IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജാപ്പനീസ് ചിത്രം ഏതാണ്? എവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ്. 28ാമത് IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജാപ്പനീസ് ചിത്രം എവിൾ ഡഡ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ്. 2023 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സ്വാതിക് സായ്രാജ് റങ്കി റെഡ്ഡിയുമാണ്. 2023 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സ്വാതിക് സായ്രാജ് റങ്കി റെഡ്ഡിയുമാണ്. 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? കബഡി കോച്ചായ E. ഭാസ്കരൻ. 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി കബഡി കോച്ച് E. ഭാസ്കരനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ്. സാമൂഹിക മാധ്യമമായ എക്സിനെതിരെ ഔദ്യോഗിക നടപടി പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. സാമൂഹിക മാധ്യമമായ എക്സിനെതിരെ ഔദ്യോഗിക നടപടി പ്രഖ്യാപിച്ച സംഘടന യൂറോപ്യൻ യൂണിയനാണ്. പിന്നണി ഗായികയായ വൈക്കം വിജയലക്ഷ്മിക്ക് 2022 സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? വനിതാ രത്ന പുരസ്കാരം. പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് 2022 സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? വനിതാ രത്ന പുരസ്കാരം. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം ആക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് അനുയാത്ര. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഏതാണ്? ബരക്കുട. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ബരക്കുട. ഇന്ത്യയുടെ എത്രാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് 2023 നവംബർ 28 ഗോവയിൽ സമാപിച്ചത്? 54ാമത്തെ. എത്രാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് 2023 നവംബർ 28 ഗോവയിൽ സമാപിച്ചത്? 54ാമത്തെ. 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ സിനിമ ഏതാണ്? എൻലെസ് ബോർഡേഴ്സ്. 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ സിനിമ എൻലെസ് ബോർഡേഴ്സ് എന്ന സിനിമയാണ്. 3ാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് എവിടെയാണ്? തായ്ലൻഡിലെ ബാങ്കോക്കിൽ. 3ാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ചാണ്. 2023 ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? പോൾ ലിഞ്ച്. 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ചാണ്. ഇദ്ദേഹത്തിന് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണ്? പ്രോഫറ്റ് സോങ് എന്ന ഇദ്ദേഹത്തിൻ്റെ നോവലിനാണ് 2023 ബുക്കർ സമ്മാനം ലഭിച്ചത്. ആ നോവലിൻ്റെ പേര് പ്രോഫറ്റ് സോങ് എന്നാണ്. സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്ന ദേശീയ ദിനം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനാ ദിനം. സംവിധാൻ ദിവസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ദിനം ഇന്ത്യൻ ഭരണഘടനാ ദിനമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ദേശീയ നിയമ ദിനവും. എന്നാണ് ഈ ദിനം? നവംബർ 26 നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ ദിനമായും നമ്മുടെ സംവിധാൻ ദിവസായും അതുപോലെ തന്നെ ദേശീയ നിയമദിനമായുമൊക്കെ ആചരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 18. നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം 18ആണ്. ഈ 18 രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ച എവിടെ വെച്ചാണ്? വാഷിംഗ്ടണിൽ വെച്ചാണ്.
ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? PM ജാൻമൻ. ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് PM ജാൻമൻ. ഇതിൻ്റെ പൂർണ്ണരൂപം PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നാണ്. PM ജാൻമൻ്റെ പൂർണ്ണരൂപം എന്താണ്? PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നാണ്. ഇന്ത്യയിലെ ഏത് സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത്? ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകം ഈ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത്. 2023 ഡിസംബർ മാസം ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ദുബായ്. 2023 ഡിസംബർ മാസം ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ദുബായിൽ വെച്ചാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ്? സംവിധാൻ സദൻ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് സംവിധാൻ സദൻ എന്നാണ്. ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്താണ്? തിരങ്ക പോയിന്റ്. ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര് തിരങ്ക പോയിന്റ് എന്നാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ കളിക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ കളിക്കാരൻ രോഹിത് ശർമ്മയാണ്. 2023 സാഹിത്യത്തിനുള്ള JCB പുരസ്കാരം നേടിയത് ആരാണ്? പെരുമാൾ മുരുകൻ. 2023 സാഹിത്യത്തിന് JCB പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകനാണ്. കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക പക്ഷി, ഔദ്യോഗിക മൃഗം എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡാണ്. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർക്ക്. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം? ഇറാന്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേകം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? K-സ്മാർട്ട്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേകം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പുതിയ പദ്ധതിയാണ് K-സ്മാർട്ട്. ഇത് ആരംഭിക്കുന്നത് 2024 ജനുവരി 1 മുതലാണ്. 37ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 37ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളം. ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് കേരളത്തിലാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് ഏതാണ്? ചന്ദ്ര. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഹരിയാന. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഹരിയാനയാണ്. ഒരു വർഷം 100 ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ എയർലൈൻ ഏതാണ്? ഇൻഡിഗോ. ഒരു വർഷം 100 ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ എയർലൈനാണ് ഇൻഡിഗോ. IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ പോളിഷ് ചലച്ചിത്രകാരൻ ആരാണ്? ക്രിസ്തോഫ് സനൂസി. IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ പോളിഷ് ചലച്ചിത്രകാരനാണ് ക്രിസ്തോഫ് സനൂസി. ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? ISRO. ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ഇന്ത്യയിലെ സ്ഥാപനം ISRO ആണ്.
സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി എവിടെയായിരുന്നു? ദുബായ്. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി ദുബായിയാണ്. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരം പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ബ്രസൽസ്. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാണ് നിലവിൽ വരുന്നത്? അഹമ്മദാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ്. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനിക അഭ്യാസമായ വിൻബാക്സ് 2023 വേദി എവിടെയാണ്? ഹനോയി. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനിക അഭ്യാസമായ വിൻബാക്സ് 2023 വേദി ഹനോയി ആയിരുന്നു. 2024 IPL സീസണിലേക്കുള്ള താരലേലത്തിൽ ഉയർന്ന തുക സ്വന്തമാക്കിയത് ആരാണ്? മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർക്കാണ് 2024 IPL സീസണിലേക്കുള്ള താരലേലത്തിൽ ഉയർന്ന തുക സ്വന്തമാക്കിയത്. കുവൈറ്റിൻ്റെ 17ാമത് അമീറായി ചുമതലയേറ്റത് ആരാണ്? ഷെയ്ഖ് മിസ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹാണ്. കുവൈറ്റിൻ്റെ 17ാമത് അമീറായി ചുമതലയേറ്റത് ഷെയ്ഖ് മിസ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹാണ്. 2023 നടന്ന 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സീസിയാണ്. 2023 നടന്ന 74ാമത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഈജിപ്തിലെ പ്രസിഡന്റായ അബ്ദേൽ ഫത്ത അൽ സീസി ആയിരുന്നു. 2023 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു. 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡ്. 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡാണ്. 2022 നടന്ന 73ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച സംസ്ഥാന നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ഉത്തർപ്രദേശാണ്. 2022 നടന്ന 73ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ്. ഇതിൽ മികച്ച സംസ്ഥാന നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ഉത്തർപ്രദേശാണ്. 2022 73ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നിശ്ചല ദൃശ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യയുടെ ആദ്യ റാഫേൽ യുദ്ധവിമാന വനിതാ പൈലറ്റ് ആരായിരുന്നു? ശിവാംഗി സിംഗ്. ഇന്ത്യയുടെ ആദ്യ റാഫേൽ യുദ്ധവിമാനം ഓടിച്ച വനിതാ പൈലറ്റായിരുന്നു ശിവാംഗി സിംഗ്. 2022 73ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നിശ്ചല ദൃശ്യത്തിൻ്റെ ഭാഗമായിരുന്നു ശിവാംഗി സിംഗ്. 2022 നടന്ന 22ാമത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ബെർമിംഗ്ഹാം. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ വെച്ചാണ് 2022 22ാമത് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 4ാമത്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതായിരുന്നു. 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം എത്തിയത് ഓസ്ട്രേലിയയാണ്. എല്ലാ തവണയും കോമൺവെൽത്ത് ഗെയിംസിൽ 1ാം സ്ഥാനം ഓസ്ട്രേലിയ തന്നെയാണ് നേടുന്നത്. 2022 1ാം സ്ഥാനത്തെത്തിയത് ഓസ്ട്രേലിയ, ഇന്ത്യയുടെ സ്ഥാനം 4ാമത്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച കായിക താരങ്ങൾ ആരൊക്കെയാണ്? PV സിന്ധുവും മൻപ്രീത് സിംഗും. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച കായിക താരങ്ങൾ
PV സിന്ധുവും മൻപ്രീത് സിംഗുമാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ ജേതാക്കളായത് ആരെല്ലാമാണ്? ചിരാഗ് ഷെട്ടിയും സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡിയുമാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ ജേതാക്കളായത് ആരൊക്കെയാണ്? ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ജോഡികളാണ് ജേതാക്കളായത്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ്? എൽദോസ് പോൾ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം എൽദോസ് പോൾ ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി ആരാണ്? എൽദോസ് പോൾ ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോൾ ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ്? എം ശ്രീശങ്കർ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം എം ശ്രീശങ്കർ ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാരാണ്? അബ്ദുള്ള അബൂബക്കർ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം അബ്ദുള്ള അബൂബക്കർ ആണ്. അടുത്തിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ശ്രീലങ്കയാണ്. വെൽക്കം കോർപ്സ് എന്ന അഭയാർത്ഥി പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. വെൽക്കം കോർപ്സ് എന്ന അഭയാർത്ഥി പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം അമേരിക്കയാണ്. കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ആദ്യ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? അർജുൻ പാണ്ഡ്യൻ. കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ആദ്യ IAS ഉദ്യോഗസ്ഥൻ അർജുൻ പാണ്ഡ്യനാണ്. 2023 ലോക ശ്രവണ ദിനത്തിൽ WHO പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി ആരാണ്? റിസ്വാന. ലോക ശ്രവണ ദിനം എന്നാണ്? മാർച്ച് 3. എല്ലാ വർഷവും മാർച്ച് 3 ലോക ശ്രവണ ദിനം അല്ലെങ്കിൽ കേൾവി ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ റിസ്വാന ആരാണ്? റിസ്വാന കേൾവി ശക്തി ഇല്ലാതെ ഡോക്ടർ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് റിസ്വാന. ആലപ്പുഴ സ്വദേശിയാണ്. ഇപ്പോൾ 2023 ലോക ശ്രവണ ദിനത്തിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി കൂടെയാണ് റിസ്വാന. ക്യാബിനറ്റിൽ സ്ത്രീ പുരുഷ അംഗങ്ങളുടെ എണ്ണത്തിൽ തുല്യത കൈവരിച്ച രാജ്യം ഏതാണ്? ന്യൂസിലൻഡ്. ക്യാബിനറ്റിൽ സ്ത്രീ പുരുഷ അംഗങ്ങളുടെ എണ്ണത്തിൽ തുല്യത കൈവരിച്ച രാജ്യം ന്യൂസിലൻഡാണ്. 2030 ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. 2030 ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ലോകം ചുറ്റിക്കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? സാറ റൂദർഫോർഡ്. ലോകം ചുറ്റിക്കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് നേടിയത് സാറ റൂദർഫോർഡ് ആണ്. ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ദിവസം ഏതാണ്? തിങ്കൾ. ഒരാഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് തിങ്കളാണ്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന ഏതാണ്? യുനിസെഫ്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന യുനിസെഫ് ആണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ്? അക്ഷയ് കുമാർ. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ ആണ്. സർക്കാർ ആശുപത്രിയിൽ IVF ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവ. സർക്കാർ ആശുപത്രിയിൽ IVF ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസായ തിരുവനന്തപുരം കാസർഗോഡ് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ എത്രാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണ്? 13ാമത്തെ. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ സർവീസായ തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ 13ാമത്തെ ട്രെയിൻ സർവീസാണ്. തുടർച്ചയായി 3ാം തവണയും ഇന്ത്യയിലെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ ബഹുമതി ലഭിച്ചത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിനാണ്.
തുടർച്ചയായി 3-ാം തവണയാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് ഇന്ത്യയിലെ മികച്ച കടുവ സങ്കേതത്തിനുള്ള ബഹുമതി ലഭിച്ചത്. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? അർജന്റീന. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി അർജന്റീനയാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. അംബേദ്കറിൻ്റെ ഏറ്റവും വലിയ പ്രതിമ ഇന്ത്യയിൽ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് ഹൈദരാബാദിലാണ്. 2023 നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കാർത്തിക് സുബ്രഹ്മണ്യം ക്യാമറയിൽ പകർത്തിയ ചിത്രം ഏതാണ്? പരുന്തുകളുടെ നൃത്തം. 2023 നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കാർത്തിക് സുബ്രഹ്മണ്യം അദ്ദേഹം ഫോട്ടോ എടുത്ത ആ ചിത്രത്തിൻ്റെ പേരാണ് പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രം. ആ ചിത്രമാണ് നിങ്ങളിവിടെ ഇപ്പോൾ കണ്ടത്. 2023 സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വയനാട് കളക്ടറായിരുന്ന ഗീത. 2023 സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ പുരസ്കാരം ലഭിച്ചത് ഗീതയ്ക്കാണ്. 2023 ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഭാരത് ന്യൂ കാർ അസൈൻമെന്റ് പ്രോഗ്രാം. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസൈൻമെന്റ് പ്രോഗ്രാം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? മലയാളിയായ HS പ്രണോയ്ക്ക്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ഇയർ പുരസ്കാരം 2022 ലഭിച്ചത് HS പ്രണോയ്ക്കാണ്. 2023 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പയ്യന്നൂർ കുഞ്ഞിരാമന്. 2023 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ്. 2022 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ വൈക്കം പുരസ്കാരം ലഭിച്ച ആർക്കാണ്? K സച്ചിദാനന്ദൻ. ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ദുഃഖം എന്ന വീട്, ഇതിനാണ് 2022 വൈക്കം പുരസ്കാരം ലഭിച്ചത്. 37ാമത് മൂലൂർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷീജ വക്കം. കൃതി ശിഖണ്ഡിനി. ഷീജ വക്കത്തിൻ്റെ ശിഖണ്ഡിനി എന്ന കൃതിക്കാണ് 37ാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത്. 2022 മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏത് ജില്ലാ പഞ്ചായത്തിനെയാണ്? കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. 2022 മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെയാണ്. ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 3. ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 3-നാണ്. 2023 ചെമ്മനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. 2023 ചെമ്മനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ്? കന്യാകുമാരി. ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. 5G ഡൗൺലോഡ് വേഗത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? UAE. 5G ഡൗൺലോഡിൽ വേഗത്തിൽ ഒന്നാമതെത്തിയ രാജ്യം UAE ആണ്. ITTF ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിറ്റ ഡാനി. ITTF ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആരാണ്? വിറ്റ ഡാനിയാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം വിരമാങ്കയാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? വിരമാങ്കൈ. കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുമ്പോൾ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ജയാനന്ദൻ. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുമ്പോൾ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജയാനന്ദനാണ്.
ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഉമ എന്ന വിളയുടെ സ്പെക്ട്രൽ ലൈബ്രറി ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു. ഉമ എന്നത് ഏതിൻ്റെ വിത്തിനവുമായി ബന്ധപ്പെട്ടതാണ്? നെല്ല്. ഉമ എന്നത് നെല്ലിൻ്റെ വിത്തിനമാണ്. ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ചൈന. ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം ചൈനയിലാണ്. കേന്ദ്ര സംസ്കാര വകുപ്പിൻ്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിൻ്റെ കളിയച്ചൻ പുരസ്കാരം നേടിയത് ആരാണ്? കലാമണ്ഡലം ഗോപി. 2023 കേന്ദ്ര സംസ്ഥാന വകുപ്പിൻ്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിൻ്റെ 2023 കളിയച്ചൻ പുരസ്കാരം നേടിയതാരാണ്? കലാമണ്ഡലം ഗോപി. പട്ടിക വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? അക്ഷയജ്യോതി. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനുള്ള പദ്ധതിയാണ് അക്ഷയജ്യോതി. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ്റെ പേരെന്താണ്? മാതൃകം. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിനാണ് മാതൃകം. 2023 ഡിസംബറിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ശ്രദ്ധേയമായ വ്യക്തിത്വം ആരാണ്? വി മോഹിനിഗിരി. 2023 ഡിസംബറിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ശ്രദ്ധിക്കപ്പെട്ടതുമായ വനിതയാണ് വി മോഹിനിഗിരി. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാരാണ്? സഞ്ജു സാംസണാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സഞ്ജു സാംസണാണ്. ദേശീയ കർഷക ദിനം ഡിസംബർ 23. അപ്പോൾ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ഡിസംബർ 23 നമ്മൾ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി ഇമാനുവൽ മാക്രോൺ ആണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥിയായി വരുന്നത് ഇമാനുവൽ മാക്രോൺ ആണ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് താരം ആരാണ്? ടൈലർ ഷിഫ്റ്റ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് താരം ടൈലർ ഷിഫ്റ്റ് ആണ്. 2023 ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ താരം ആരാണ്? ലയണൽ മെസ്സിയാണ്. 2023 ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി. ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയുടെ പേരെന്താണ്? SV ബയാനത്ത്. ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയുടെ പേരെന്താണ്? SV ബയാനത്ത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ബാഹുബലി എന്ന് വിളിപ്പേരുള്ള ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ്? LVM-3 M4 റോക്കറ്റ്. ബാഹുബലി എന്ന് വിളിപ്പേരുള്ള ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനം LVM-3 M4 റോക്കറ്റാണ്. 2023 എത്ര രൂപ നോട്ടിൻ്റെ വിതരണമാണ് റിസർവ് ബാങ്ക് അവസാനിപ്പിച്ചത്? 2000 രൂപയുടെ. 2023 2000 രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് അതിൻ്റെ വിതരണം അവസാനിപ്പിച്ചു. 2023 ഏപ്രിൽ 13 ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പുറത്തിറക്കിയ ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനത്തിൻ്റെ പേരെന്താണ്? നാവിക് ചിപ്പ്. 2023 ഏപ്രിൽ 13 ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി. ഇവിടെ വേറെ ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ഇദ്ദേഹം പുറത്തിറക്കിയ ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനത്തിൻ്റെ പേരെന്താണ്? നാവിക് ചിപ്പ് എന്നാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കൈവരിച്ച GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 7.2%. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കൈവരിച്ച GDP വളർച്ചാ നിരക്ക് 7.2%. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിച്ച് നാട്ടിലെത്തിക്കാനുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ കാവേരി.
ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിച്ച് നാട്ടിലെത്തിക്കാനുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ കാവേരി എന്നാണ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. 2023 പരമോന്നത നാവിക ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ ലഭിച്ച ഇന്ത്യൻ സൈനിക പരിശീലന കേന്ദ്രം ഏതാണ്? INS ദ്രോണാചാര്യ. 2023 പരമോന്നത നാവിക ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ ബഹുമതി ലഭിച്ച ഇന്ത്യൻ സൈനിക പരിശീലന കേന്ദ്രം INS ദ്രോണാചാര്യാണ്. വിമാനം തകർന്ന് കൊളംബിയയിലെ ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ രക്ഷാദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിമാനം തകർന്ന് കൊളംബിയയിലെ ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. 2023 മെയ് 24 ഉദ്ഘാടന യാത്ര നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ്? ഷിവറി നാവസേവ. 2023 മെയ് 24 ഉദ്ഘാടന യാത്ര നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഷിവ്രി നാവസേവയാണ്. ഇത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19. ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ല്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് വനിതാ സംവരണ ബില്ലാണ്. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭരണഘടനാ മന്ദിരം അഥവാ സംവിധാൻ സദൻ. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് ഭരണഘടനാ മന്ദിരം അല്ലെങ്കിൽ സംവിധാൻ സദൻ എന്ന പേരിലായിരിക്കും. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ പേരെന്താണ്? ഷെൻഹുവ 15. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15. ഭരണഘടനയുടെ 370 വകുപ്പ് പ്രകാരം ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷനാരാണ്? ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഭരണഘടനയുടെ 370 വകുപ്പ് പ്രകാരം ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ 2023 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? റിസ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ 2023 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് റിസ് എന്ന വാക്കാണ്. ഫോഴ്സ് മാഗസിൻ പുറത്തിറക്കിയ 2023 ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ, റോഷ്നി നാടാർ മൽഹോത്ര, സോമ മൊണ്ടാൽ, കിരൺ മജൂംദാർ ഷാ. ഈ 4 പേരാണ് ഫോർബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച 2023 ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ. ഒന്നുകൂടെ പറയാം: നിർമ്മല സീതാരാമൻ, റോഷ്നി നാടാർ മൽഹോത്ര, സോമ മൊണ്ടാൽ, കിരൺ മജൂംദാർ ഷാ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച സൗരദൗത്യം ഏതാണ്? ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ ടീമിലെ എത്രാം നമ്പർ ജേഴ്സിയാണ് ഇനി ആർക്കും നൽകില്ല എന്ന് ICCI ഈ അടുത്ത് പ്രഖ്യാപിച്ചത്? 7ാം നമ്പർ ജേഴ്സി. അപ്പോൾ ധോണി ഉപയോഗിച്ചിരുന്ന 7ാം നമ്പർ ജേഴ്സി ഇനി മറ്റ് കളിക്കാർക്കൊന്നും നൽകില്ല എന്ന് ഈ അടുത്ത് ICCI പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഏതാണ്? ഗുജറാത്തിലെ സൂററ്റിലെ തന്നെ ഗിഫ്റ്റ് സിറ്റിയിലുള്ള സൂറത്ത് ഡയമണ്ട് ബോക്സ് എന്നതാണ് ആ ഓഫീസ് കെട്ടിടത്തിൻ്റെ പേര്. ഇതാണ് ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം. ഇത് നരേന്ദ്രമോദിയാണ് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തത്. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച നാസയുടെ പേടകം ഏതാണ്? ഒസിരിസ്. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച നാസയുടെ പേടകമാണ് ഒസിരിസ്.
ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്ന ആരാണ്? സൗരവ് ഗാംഗുലി. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ സൗരവ് ഗാംഗുലി ആയിരുന്നു. വിംബിൾഡൺ 2021 പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയുമാണ്. വിംബിൾഡൺ 2021 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ചും വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയുമാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ്? ബംഗ്ലാദേശിൻ്റെ ഷാക്കിബ് അൽ ഹസൻ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ബംഗ്ലാദേശിൻ്റെ ഷാക്കിബ് അൽ ഹസനാണ്. ട്രാപ്പിംഗ് സോൺ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഈ അടുത്ത കാലത്ത് ട്രാപ്പിംഗ് സോൺ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മാലിദ്വീപാണ്. നാസയുടെ ഭാവി പദ്ധതിക്കായുള്ള യാത്രികരുടെ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ ഭാവി പദ്ധതിക്കായുള്ള യാത്രികരുടെ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയായ ഇന്ത്യൻ വംശജൻ ഡോക്ടർ അനിൽ മേനോനാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്തിയ ഭാഷ ഏതാണ്? അറബിക്. ഫിഫയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഈ അടുത്തായി ഉൾപ്പെടുത്തിയ ഭാഷയാണ് അറബിക്. 108 അടി ഉയരമുള്ള ശ്രീരാമൻ്റെ പ്രതിമ നിലവിൽ വരുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? ആന്ധ്രാപ്രദേശിലെ കുർണൂൽ. 108 അടി ഉയരമുള്ള ശ്രീരാമൻ്റെ പ്രതിമ നിലവിൽ വരുന്ന ഇന്ത്യയിലെ സ്ഥലം ആന്ധ്രാപ്രദേശിലെ കുർണൂലാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്നത് ഈ പുസ്തകം ആര് രചിച്ചതാണ്? എസ് ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ ആണ്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഡെസേർട്ട് സൈക്ലോൺ. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ്. പ്രമുഖ പത്രപ്രവർത്തകൻ N രാമേന്ദ്രൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച N രാമേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത് ആരാണ്? ഡോക്ടർ ശശി തരൂർ. 2023 N രാമേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായത് ഡോക്ടർ ശശി തരൂരാണ്. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയുടെ പേരെന്താണ്? ദബാരി കുരുവി. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ദബാരി കുരുവി എന്ന സിനിമയാണ്. പ്രിയനന്ദൻ സംവിധാനം ചെയ്ത സിനിമ പൂർണ്ണമായും ഇരുള ഭാഷയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ആദിവാസി ഭാഷയാണ്. അപ്പോൾ ഇരുള ഭാഷയിലാണ് ഈ ദബാരി കുരുവി എന്ന സിനിമ ഒരുക്കിയത്. ഇതിൻ്റെ സംവിധാനം ചെയ്ത ആരാണ്? പ്രിയനന്ദനാണ്. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുടിവെള്ള ബ്രാൻഡിൻ്റെ പേരെന്താണ്? ഹില്ലി അക്വ. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ. 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭം ഏതാണ്? മേഘമല വെള്ളിവരയൻ. 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 2024 സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 2024 സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോ ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോ ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? എസ് ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് എസ് ശ്രീകലയാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ്? ആലപ്പുഴയിലെ ചേപ്പാട്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് ആലപ്പുഴയിലെ ചേപ്പാടാണ്. ബസ്സുകൾ എവിടെ എത്തുന്നു എന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ചലോ ആപ്പ്. KSRTCയുടെ പുതിയ ഡിജിറ്റൽ പണമിടപാട് നടത്തുന്ന
മൊബൈൽ ആപ്പാണ് ചലോ ആപ്പ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ്? ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം, പാലക്കാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി മാറിയത് പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് രാജ്യത്തെ തന്നെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം ആരാണ്? SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണനാണ്. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യം ദുബായിയാണ്. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് നഗരം ഏതാണ്? ദുബായ്. ആധുനിക സാങ്കേതിക വിദ്യയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആരംഭിച്ച യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ്? ടെക് മൈൻഡ്സ്. ആധുനിക സാങ്കേതിക വിദ്യയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് ടെക് മൈൻഡ്സ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മഞ്ചപ്പാലം, കണ്ണൂർ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലത്താണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിലും മലയാള പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് സുകുമാർ അഴീക്കോട് സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭ പുരസ്കാരം. ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിലും അതുപോലെ സർവകലാശാല കലോത്സവങ്ങളിലുമൊക്കെ മലയാള പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് നൽകുന്നൊരു പുരസ്കാരമാണ് അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം വീരമംഗയാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? വീരമംഗൈ. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി ആരാണ്? മുഹമ്മദ് യൂനുസ്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി മുഹമ്മദ് യൂനുസ് ആണ്. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം ഏതാണ്? ഗർഭ നൃത്തം. ഗുജറാത്തിലെ ഗർഭ നൃത്തമാണ് യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ കലാരൂപങ്ങൾ ഏതെല്ലാമാണ്? കൂടിയാട്ടം, മുടിയേറ്റ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ കലാരൂപങ്ങൾ കൂടിയാട്ടവും മുടിയേറ്റുമാണ്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ് ചുഴലിക്കാറ്റാണ്. ഈ ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന പേര് നൽകിയ രാജ്യം മ്യാൻമാറാണ്. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ഏതാണ്? മലേഷ്യ. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യം മലേഷ്യയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? അനുച്ഛേദം 99. അപ്പോൾ UN ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. ഇദ്ദേഹം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി പ്രയോഗിച്ച ആ പ്രത്യേക അനുച്ഛേദമാണ് അനുച്ഛേദം 99. 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത ആരാണ്? സുധാ വർഗീസ്. 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത
സുധാ വർഗീസാണ്. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ചാണ് സുധാ വർഗീസിന് 2022 ജംനാലാൽ ബജാജ് അവാർഡ് നൽകിയത്. സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സുധാ വർഗീസാണ്. സുധാ വർഗീസ് ഒരു മലയാളിയാണ്. സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സുധാ വർഗീസാണ്. ബീഹാറിലെ മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന മലയാളി വനിത ആരാണ്? സുധാ വർഗീസ്. സുധാ വർഗീസിൻ്റെ സ്വദേശം കോട്ടയം കാഞ്ഞിരത്താനമാണ്. ബീഹാറിലെ മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് സുധാ വർഗീസ് പ്രവർത്തിച്ചു വരുന്നത്. 2023 ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം ജർമ്മനിയാണ്. ജർമ്മനി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. 2023 ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പ് കിരീടം നേടിയ ടീം ജർമ്മനിയാണ്. ജർമ്മനി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയ ഇന്ത്യയിലെ നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയ ഇന്ത്യയിലെ നഗരം കൊൽക്കത്തയാണ്. 2022 ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം 4-മതാണ്. 2022 ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 4-മതാണ്. ഇന്ത്യൻ നഗരങ്ങളിൽ ആത്മഹത്യാ നിരക്കിൽ 2-ാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? കൊല്ലം. 1-ാം സ്ഥാനം വിജയവാഡയ്ക്കാണ്. ഇന്ത്യൻ നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ 2-ാം സ്ഥാനത്തുള്ള നഗരം കൊല്ലവും 1-മത് വിജയവാഡയുമാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35-മത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാളി ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35-മത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കറിനാണ്. 2023 ഡിസംബർ 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗം ആരാണ്? മഹുവ മൊയ്ത്ര. 2023 ഡിസംബർ 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗം മഹുവ മൊയ്ത്രയാണ്. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 2023 ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലയണൽ മെസ്സി. 2023 ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ചത് ഇന്ത്യയിലെ ഏത് സുവോളജിക്കൽ പാർക്കിലാണ്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്. പശ്ചിമ ബംഗാളിലെ പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കിലാണ് 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ധർമ്മടമാണ്. 28-മത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ, അതായത് IFFKയിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ആട്ടം. 28-മത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ച സിനിമ ആട്ടമാണ്. 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ വിജയികളായത് ഹരിയാനയാണ്. 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ വിജയികളായത് ഹരിയാനയാണ്. 2023 KP കേശവമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വൈശാഖൻ. 2023 KP കേശവമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈശാഖനാണ്. 1 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ്? കെടാവിളക്ക്. 1 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 11. അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 11-നാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2-മത്തെ വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോയാണ് നീരജ് ചോപ്രയുടെ ഐറ്റം.
അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി രണ്ടാമത് വ്യക്തിഗത സ്വർണം നേടിയത്, ഒളിമ്പിക്സിൽ രണ്ടാമത് വ്യക്തിഗത സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 127. ടോക്കിയോ ഒളിമ്പിക്സ് 2020 പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം 127 ഇതിൽ 9 മലയാളി താരങ്ങൾ ഉണ്ടായിരുന്നു. 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? പാരീസ്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. US ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? ഹൈദരാബാദ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദാണ്. 2023 മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാനായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അജയ് ലാംബ. 2023 മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാനായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അജയ് ലാംബയാണ്. UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയുടെ പേരെന്താണ്? മൻ കി ബാത്ത്. UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയുടെ പേരാണ് മൻ കി ബാത്ത്. 2022 ദേശീയ കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 2022 ദേശീയ കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണ്? ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. പ്രോജക്റ്റ് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞത് എന്നാണ്? 2023 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞത് 2023 ഏപ്രിൽ 1 പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി ആരംഭിച്ചത് 1973 ഏപ്രിൽ 1 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 42ാമത് കേന്ദ്രം ഏതാണ്? കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 42ാമത് കേന്ദ്രം കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങളാണ്. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് പ്രത്യേക അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് പ്രത്യേക അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. കേന്ദ്രത്തിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കുമരകം, ബേപ്പൂർ. കേന്ദ്രത്തിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ? MM ലോറൻസ്. ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ്? MM ലോറൻസിൻ്റെ. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവൽ. കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ കയ്യക്ഷരമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കയ്യക്ഷര കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? കൊച്ചി. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചിയാണ്. കൊൽക്കത്ത ആസ്ഥാനമായ സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ആരാണ്? സുരേഷ് ഗോപിയാണ്. കൊൽക്കത്ത ആസ്ഥാനമായ സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് സുരേഷ് ഗോപിയാണ്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൽ ബോർലോങ് പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ സ്വാതി നായക്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൽ ബോർലോങ് പുരസ്കാരം 2023 ലഭിച്ചത് ഡോക്ടർ സ്വാതി നായക്കിനാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 107. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനാണ് അംബേദ്കറിൻ്റെ പേര് നൽകിയത്? തെലങ്കാന. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരാണ് നൽകിയത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ സ്മാരക നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ.
ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപയുടെ സ്മാരക നാണയമാണ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ചെന്നൈയിലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ ബദവോലു രാമബ്രഹ്മം ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? തെലുങ്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ ബദവോലു രാമബ്രഹ്മം തെലുങ്ക് ഭാഷയിലെ എഴുത്തുകാരനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.